സ്നേഹം നിറഞ്ഞ വനിതാ സമാജം അംഗങ്ങളെ, കർത്താവായ യേശുവിൻ്റെ പൊന്നുനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ എങ്ങനെ ദൃഢപ്പെടുത്താം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും നമ്മൾക്കിടയിലും നമ്മളിലും കാണുന്ന ഏറ്റവും പൊതുവായൊരു പ്രശ്നമാണ് കുടുംബജീവിതത്തിലെ സ്നേഹമില്ലായ്മ. ഇതിന് കാരണങ്ങൾ അനേകമെങ്കിലും ഏറ്റവും പൊതുവായ കാരണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തന്നെയാണ്. മാതാവിൻ്റെ ജീവിതത്തിലെ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമുക്കൊന്ന് കാണാം. ഒന്നാമത്തേതായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-39 വാക്യം. ഗർഭിണിയായ മറിയ ഏറെ ബന്ധപ്പെട്ട് തൻ്റെ ചാർച്ചക്കാരത്തിയും വാർദ്ധക്യത്തിൽ ഗർഭവതിയുമായ എലീശബത്തിനെ ചെന്നു കാണുകയും അവളെ വന്ദനം ചെയ്യുകയും 3 മാസം അവളോടൊപ്പം താമസിച്ച് അവളെ കരുതി പാലിക്കുകയും ചെയ്യുന്നു. തൻ്റെ ശാരീരിക അസ്വസ്ഥങ്ങൾ ഒന്നും കണക്കിലിടാതെ മാതാവ് ഏറ്റവും കരുണയോടും സ്നേഹത്തോടും അനുകമ്പയോടും കൂടി എലീശബത്തിനോടുള്ള തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. നാമോ നമ്മുടെ ഇടയിൽ കഷ്ടമനുഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ റിസോഴ്സസ് പൂർണ്ണ മനസ്സോടെ ഷെയർ ചെയ്യാൻ തയ്യാറാകുമോ? ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും മാതാപിതാക്കൾക്കും വേണ്ടി നമ്മൾ കരുതിയേക്കാം. അതിനുമപ്പുറം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വിപുലപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുമോ? നമുക്കൊന്ന് ചിന്തിക്കാം. വചനം നമ്മെ പഠിപ്പിക്കുന്നത്, സ്വന്തക്കാർക്കും കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായി തീർന്നിരിക്കുന്നു. 1 തിമോത്തിയോസ് 4:8. രണ്ടാമത്തെ സംഭവം, 12 വയസ്സായ മകനെ കാണാതായി മനസ്സുലഞ്ഞ് വ്യാകുലപ്പെടുന്ന മാതാവ് മകനെ കണ്ടുകിട്ടിയപ്പോൾ ഏറ്റവും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി മകനെ, ഞാനും നിന്റെ അപ്പനും കൂടി നിന്നെ കാണാതെ വിഷമിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ മകനെ ചേർത്തണയ്ക്കുന്നു. ആ പ്രതിസന്ധിയിൽ തൻ്റെ ശാന്ത സ്വഭാവം കൈവിടാതെ ഏറ്റവും കരുണയോടുകൂടി മാതാവ് അവിടെ പെരുമാറുന്നു. അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി അത് ഉള്ളിൽ ഗ്രഹിക്കുകയും ചെയ്യുന്നു. നാമോ ഏതു പ്രതിസന്ധിയിലും അന്യോന്യം കുറ്റപ്പെടുത്തിയും ശകാരിച്ചും വഴക്കിട്ടും ആ പ്രശ്നം ഏറ്റവും വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആയതിനാൽ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം, മറ്റുള്ളവരോട് ഏറ്റവും കരുണയോടും സ്നേഹത്തോടും പെരുമാറുകയും ഏതൊരവസ്ഥയിലും ശാന്തത കൈവിടാതെ പെരുമാറുകയും ചെയ്യുക എന്നതാണ്. പരിശുദ്ധ നോമ്പിനാലും ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഏറ്റവും കരുണയുള്ളതും ഉപ്പിനോടുകൂടി രുചി വരുത്തിയതുമാക്കി തീർക്കാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു.